നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഫിസിക്സ് തിങ്കളാഴ്ച പരീക്ഷയാണ്, ക്രിസ്മസ് എക്സാം. വളരെ കരുതലോട് പോവുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻസ് ഒക്കെ ഇട്ടേക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകരിക്കുന്ന വീഡിയോ തന്നെയാണ്. കാരണം +1ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം മുതലുള്ള ടോപ്പിക്സ് എല്ലാം ഉണ്ട് ഫിസിക്സ്. നിങ്ങളിപ്പോൾ പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് അറിയാം അത്യാവശ്യം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പരീക്ഷകൾ, ബാക്കിയുള്ള പരീക്ഷകൾ എന്നത്. അന്നേരം നമുക്ക് ഫിസിക്സ് ആദ്യം മുതലുണ്ട്, എല്ലാ വിഷയങ്ങളും ആദ്യം മുതൽ തന്നെ ഉണ്ട്. അന്നേരം ഫസ്റ്റ് ടൈമിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ ഏതെന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പറയും. ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാമല്ലോ ഏതാണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. അതിനകത്ത് നിങ്ങൾ ശരിക്കും നോക്കിക്കൊണ്ട് പോകേണ്ടത് ഡയമെൻഷൻസ് നോക്കിക്കൊണ്ട് പോവുക. ഒരേപോലുള്ള പേഴ്സ് ആയിട്ടുള്ള ഒരേപോലെ ഡയമെൻഷൻ. ഇപ്പം വർക്കിന്റെ എനർജിയുടെ ml² T⁻⁻² ആണ്. അന്നേരം അങ്ങനെയുള്ള ഡയമെൻഷൻസ് ഒന്ന് നോക്കിക്കൊണ്ട് പോവുക. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് നിർബന്ധമായിട്ട് നോക്കിക്കൊണ്ട് പോവുക. ഒരേ ഒരു ലോയേ ഉള്ളൂ ഇതിനകത്ത്, ആ ലോ നിർബന്ധമായിട്ട് നോക്കുക. യൂസസ് ഓഫ് ഡയമെൻഷൻസ്, യൂസസ് to check the correctness of an equation, to derive the correct relationship between physical quantities, to convert a unit from one system into another. മൂന്നാമത്തത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, മൂന്നാമത്തെ യൂസ്. പിന്നെ ലിമിറ്റേഷൻസ് നോക്കുക. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണെന്നും അത് ജസ്റ്റ് ഒരു മാർക്കിന് വേണ്ടി നോക്കിക്കൊണ്ട് പോകുക. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോയാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കിട്ടും, എങ്ങനെയൊക്കെ പോയാൽ. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഡിറൈവ് ന്യൂട്ടൺസ് ഇക്വേഷൻ v = u + at, s = ut + ½ v² = u² + 2s. ഇത് ഡിറൈവ് ചെയ്തും പഠിക്കണം, ഗ്രാഫ് വെച്ചും ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, ഗ്രാഫുകൾ, അതായത് പൊസിഷൻ ടൈം, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്, ഗ്രാഫുകൾ വരച്ച് പഠിക്കുക. എൻ്റെ യൂസസ് നോക്കണം. മോഷൻ ഇൻ എ പ്ലെയിൻ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. ഒന്ന് ട്രയാങ്കിൾ ലോ, പാരലോഗ്രാം ലോയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും, അതുപോലെ തന്നെ പ്രൊജക്റ്റൈൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസും ഡെറിവേഷൻസും നോക്കുക. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നാലാമത്തെ ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ തന്നെ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും, ന്യൂട്ടൻ്റെ തേർഡ് ലോയോ സെക്കൻഡ് ലോയോ ഫസ്റ്റ് ലോയോ ഒക്കെ ചോദിക്കാം. പിന്നെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാക്ടേഴ്സ്, റീകോയിൽ ഓഫ് എ ഗൺ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ്, അതിൻ്റെ പ്രൂഫ്, പിന്നെ ഡിഡക്ഷൻ ഓഫ് ഫസ്റ്റ് ലോ ഫ്രം സെക്കൻഡ് ലോ, ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ, വൈ, ഫ്രിക്ഷൻ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ്, ഇതൊക്കെ എളുപ്പം പഠിക്കാവുന്നതാണ്. ലൂബ്രിക്കൻസ്, ബാങ്കിങ് ഓർ റോഡ്സ്, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. v = √rg tan θ, vmax = √rg tan θ + μ/1 - μ tan θ. ഇത് 2 എസ്സേയും ഡിറൈവ് ചെയ്ത് പഠിക്കണം, പടം വരച്ച് പഠിക്കണം, പ്രോബ്ലംസ് പഠിക്കണം. ഇത്രയും പഠിച്ചുകൊണ്ട് പോയാൽ ഫസ്റ്റ് ടൈമിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 20-25 മാർക്കിൻ്റെ ഉണ്ടെങ്കിൽ പോലും ഒരു 20 മാർക്ക് മിനിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അന്നേരം പഠിച്ചുകൊണ്ട് പോകണേ മക്കളെ, നന്നായിട്ട് വൃത്തിയായിട്ട് അടിപൊളിയായിട്ട്. അന്നേരം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഷെയർ ചെയ്തേക്കുക. അടുത്ത ചെറിയ വീഡിയോസ്, ഉറപ്പിച്ചുള്ള ചോദ്യങ്ങളുടെ ചെറിയ വീഡിയോസ് വരും, കാണുക. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.